മാനുഷികമായിട്ടുള്ള ചില വാക്കുകളുടെ മുമ്പിൽ ഭാരപ്പെട്ട് ആമേൻ പ്രയാസത്തോടെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ചെങ്കടലിന് മുമ്പിൽ തൻ്റെ ജനത്തെ കനാനിലേക്ക് നയിച്ചുകൊണ്ട് പോകുവാൻ ഇറങ്ങിത്തിരിച്ച മോശ, അവർ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുമ്പിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പുറകോട്ട് പോകാൻ സാധ്യതയുള്ള സമയത്തും ആമേൻ മോശ അവിടെ പറയുന്ന ഒരു മറുപടിയുണ്ട്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതെ, മാനുഷികമായി ഉയരുന്ന ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പ്രതികരിക്കേണ്ട, നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. സങ്കീർത്തനം 46:10-11 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. മറുപടി കൊടുക്കുവാൻ കഴിയാത്ത ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഭാരപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, പ്രതികരിക്കേണ്ട, മിണ്ടാതെ ഇരിക്കുക. ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുവാൻ പോകുന്നു. ഒരത്ഭുതം നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുക തന്നെ ചെയ്യും, അത് അനുഭവിക്കുക തന്നെ ചെയ്യും. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.